അത്യുന്നതനായ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മൾക്ക് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്ന പ്രഭാത ജാഗരണത്തിനുള്ള വിഷയം കയ്പില്ലാതെ തുടരുന്നു. ആധാരവാക്യം വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 14-ാം വാക്യമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് ഇപ്രകാരം പറയുന്നു: അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തന്റെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് വലിയ കഴുകന്റെ 2 ചിറക് ലഭിച്ചു. അവിടെ അവളെ സർപ്പത്തോടകലെ 1 കാലവും 2 കാലവും 1/2 കാലവും പോറ്റി രക്ഷിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇവിടെ പറയുന്നു, അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തന്റെ സ്ഥലത്തേക്ക് പറന്നു പോകാൻ വലിയ കഴുകന്റെ ചിറക് ലഭിച്ചെന്ന് പറയുന്നു. ഈ സ്ത്രീ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സഭയെയാണ് സൂചിപ്പിക്കുന്നത്. 2 കൊരിന്ത്യരുടെ പുസ്തകം 11-ാം അധ്യായം 12-ാം വാക്യത്തിൽ സഭയെ പറ്റി അവിടെ പറയുന്നത് നിർമ്മല കന്യക എന്നതാണ്. അതുപോലെ വെളിപ്പാട് പുസ്തകം 12-1 പറയുകയാണ് സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീയായിട്ട് സഭയെ ചിത്രീകരിക്കുന്നു. തിരുവചനത്തില് ദുഷിച്ച സഭയെ പറ്റിയും പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 17-3 അതിങ്ങനെ പറയുന്നു: ദൂഷണ നാമങ്ങൾ നിറഞ്ഞ് കടും ചൂപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നു എന്നും തിരുവചനത്തിൽ പറയുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സംഭവങ്ങളൊക്കെ നടക്കുന്ന കാലഘട്ടം AD 538 മുതൽ 1798 വരെയുള്ള കാലഘട്ടമാണ്. ഈ സ്ത്രീ മരുഭൂമിയിലേക്ക് പറന്നു പോകുന്നു, അവൾക്ക് കഴുകന്റെ ചിറക് ലഭിച്ചു എന്നൊക്കെ പറയുന്ന കാലഘട്ടം. ഏകദേശം 1260 വർഷക്കാലങ്ങൾ. ഈ സമയം ദൈവ മക്കൾക്ക് ഒരുപാട് പീഡനങ്ങളും കഷ്ടതകളും അവർ നേരിടേണ്ടി വന്നു. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം അവർ ഓരോരുത്തരും ഓടിപ്പോയെടുത്ത് അവർക്കൊരു സംരക്ഷണ വലയം ഒരുക്കി വെച്ചിരുന്നു. അനേകർ അമേരിക്കൻ ഐക്യനാടുകളിലും മലമുകളിലും ഗുഹകളിലൊക്കെ പോയി ഒളിഞ്ഞിരുന്ന ഒരു ദൈവ മക്കളായിരിക്കുന്നവർക്ക് വലിയ കഷ്ടതയുടെ ഒരു സമയമായിരുന്നു അത്. അതുപോലെ കുപ്രസിദ്ധമായ റോബൻ ദ്വീപിലും ദക്ഷിണ ആഫ്രിക്കയുടെ ജയിലറകളിലും നെൽസൺ മണ്ടേല ജയിലറകൾ അടയ്ക്കപ്പെട്ടു. എന്തിനാണ് അദ്ദേഹം ജയിലറയിൽ അടയ്ക്കപ്പെടാൻ കാരണമായി തീർന്നത്? വർണ്ണ വിവേചനത്തിനെതിരായി ശക്തമായി പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ പിന്നണിയിൽ അനേകം പ്രിയപ്പെട്ടവരും ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ ശക്തമായ പ്രവർത്തന മുഖാന്തരം അദ്ദേഹത്തിന്റെ കുടുംബം തന്നെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് ആയി തീർന്നു. അദ്ദേഹം മാനസികമായി വളരെ പ്രയാസപ്പെട്ടു എങ്കിലും അദ്ദേഹം ഒരിക്കലും പിന്മാറിപ്പോയില്ല. എങ്കിലും അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടിന്റെ ഫലമായിട്ട് അദ്ദേഹത്തെ ആഫ്രിക്കയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കാൻ കാരണമായി തീർന്നു. വീണ്ടും നമുക്കറിയാം, നവീകരണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ മാർട്ടിൻ ലൂതർ ആണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം കത്തോലിക്ക സഭയുടെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു പുരോഹിതൻ തന്നെയായിരുന്നു. എന്നാൽ തിരുവചനം പഠിക്കാനുള്ള ആഗ്രഹ നിമിത്തം അദ്ദേഹം തിരുവചനമെല്ലാം ഇങ്ങനെ വളരെ സൂക്ഷ്മമായി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി തന്റെ സഭ പഠിപ്പിക്കുന്ന തെറ്റായ ഉപദേശങ്ങളെ പറ്റി അദ്ദേഹത്തിന് കൂടുതൽ മനസ്സിലാകുകയും ആ തെറ്റായ ഉപദേശങ്ങൾ 95 ഖണ്ഡനങ്ങളായി ഭദ്രാസന പള്ളിയുടെ മുമ്പിൽ അത് എഴുതി വെക്കാൻ കാരണമായി തീർന്നു. അദ്ദേഹവും വളരെ പ്രയാസങ്ങളോട് കടന്നു. എന്നാൽ അദ്ദേഹത്തോടു കൂടെയും ഒരു വലിയ കൂട്ടം പ്രിയപ്പെട്ട ദൈവജനം അദ്ദേഹത്തോടു കൂടെയും ഈ നവീകരണ പ്രസ്ഥാനത്തിനായി പ്രവർത്തിച്ച വ്യക്തികളാണ്. എന്നാൽ മാർട്ടിൻ ലൂതറിന്റെ മരണശേഷം ഈ പ്രസ്ഥാനം അത്ര ശക്തിയായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ സ്വർഗത്തിലെ ദൈവം ചില കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നു. ആദ്യമായി നമുക്ക് ചിന്തിക്കാം, എന്താണ് ശേഷിപ്പ് സഭ എന്ന് പറഞ്ഞാൽ? ഇവിടെ നമ്മള് ദാനിയേലിന്റെ പുസ്തകം 7:25 നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവന് അത്യുന്നതനായവന് വിരോധമായി വമ്പു പറയുകയും അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. കാലവും കാലങ്ങളും കാലാംശവും അവർ അവന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കും എന്ന് തിരുവചനത്തിൽ ദൈവാത്മാവിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഇതുപോലെ തന്നെ സംഭവിക്കുകയുണ്ടായി. കാരണം ദൈവം തന്റെ സ്വന്തം വിരലുകൊണ്ട് എഴുതിയ 10 കൽപ്പനയുടെ മേൽ ആക്രമണം നടത്തിയിരിക്കുന്നു. അതിനെ ഈ ലോകത്തിലെ മനുഷ്യർ തിരുത്തി എഴുതിയിരിക്കുന്നു. അതിന് കാരണം റോമൻ കത്തോലിക്ക സഭ തന്നെയാണ്. ദൈവം വിഗ്രഹാരാധന പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറയുകയാണ് വിഗ്രഹാരാധന ഒരു കുഴപ്പവുമില്ല എന്ന് പറയുന്നു. ദൈവത്തിന്റെ
കൽപ്പനയിൽ 4-ാം കൽപ്പനയായ ശബ്ദനാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക. നിന്റെ പുത്രനും പുത്രിയും നിന്റെ വേലക്കാരനും വേലക്കാരത്തിയും നിന്റെ പടിപ്പുരയ്ക്കകത്തുള്ള പരദേശിയും ഒരു വേലയും ചെയ്യാതെ ആ ദിവസം പരിശുദ്ധിയോടെ ദൈവസന്നിധിയിൽ ആരാധിക്കേണ്ട ദിവസമാണെന്ന് സ്വർഗത്തിലെ ദൈവം തന്റെ വിരല് കൊണ്ട് എഴുതി വെച്ചപ്പോൾ, പ്രിയപ്പെട്ട മറ്റേ സഭ എഴുതി വെച്ചിരിക്കുകയാണ് ഞായറാഴ്ചയും കടമുള്ള ദിവസവും വിശുദ്ധമായി ആചരിക്കാമെന്ന് എഴുതി വെച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, എത്ര ഭയങ്കരമാണ്! അത്യുന്നതനായ ദൈവം പറഞ്ഞ അത്യുന്നതന് വിരോധമായി വമ്പ് പറയുമെന്ന് പറഞ്ഞിരിക്കുന്നതൊക്കെയും അങ്ങനെ നടക്കുകയാണ്. സമയങ്ങളെയും നിയമങ്ങളെയും ഒക്കെയും മാറ്റിമറിച്ചിരിക്കുകയാണ് അത്യുന്നതനായ ദൈവം പറഞ്ഞിരിക്കുന്നത് പോലെ. എന്നാൽ ഈ അന്ത്യകാലത്ത് എങ്ങനെ ദൈവം പ്രവർത്തിച്ചു നോക്ക്. സ്വർഗത്തിലെ ദൈവം കർത്താവ് വേഗം വരുമെന്നും തന്റെ മറ്റുള്ള സഭകൾ പഠിപ്പിക്കുന്ന തെറ്റുകളൊക്കെ എന്താണെന്നും ദൈവജനത്തെ മനസ്സിലാക്കേണ്ടതിന് ചില ആത്മീയ മക്കളെ സ്വർഗത്തിലെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു. അതിലെ ജോസഫ് ഉൾപ്പെടുന്നു, വില്യം മില്ലർ അതിൽ വരുന്നു. അവർ വന്ന് കർത്താവിന്റെ 2-ാം വരവിനെ പറ്റിയൊക്കെ ശക്തമായി പ്രസംഗിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ ഒരു കൂട്ടം ജനം പൂർണ്ണമായി തീരുമാനിക്കുകയാണ്, ദൈവകൽപ്പന യേശുവിനുള്ള വിശ്വാസവും ഞങ്ങൾ കാത്തുകൊണ്ട് ആ ദൈവത്തോടൊപ്പം നിന്ന് ആരാധിക്കുമെന്ന് ഒരു തീരുമാനം ഒരു കൂട്ടം ജനം എടുക്കുന്നു. പ്രിയപ്പെട്ടവര്, നമ്മൾ വളരെ ശക്തമായി ചിന്തിക്കേണ്ട ഒരു വാക്യം വെളിപ്പാട് പുസ്തകം 12:17 ഇങ്ങനെ പറയുന്നു: മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു, ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിന്റെ സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ട് അവൻ കടൽപ്പുറത്തെ മണൽമേൽ നിന്നു. പ്രിയപ്പെട്ട ദൈവ പൈതലെ, ദൈവകൽപ്പന യേശുവിനുള്ള വിശ്വാസവും കാത്തുകൊള്ളുമെന്ന് ഒരു ദൈവ പൈതൽ തീരുമാനിക്കുമ്പോൾ അവന്റെ ജീവിതം വളരെ ഈസിയായി മുന്നോട്ട് പോകുന്നില്ല. അവന് വലിയ പോരാട്ടങ്ങളെ നേരിടണം. അന്ന് ദൈവജനം നേരിട്ടല്ലോ. AD 538 മുതൽ 1798 വരെയുള്ള കാലഘട്ടങ്ങൾ വളരെ പീഡനത്തിലൂടെ കടന്നുപോയി. ഇന്നും ദൈവമക്കളായിരിക്കുന്ന നമ്മൾ കർത്താവിനെ അനുസരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ അനേക പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും. ഈ പ്രശ്നങ്ങളെയൊക്കെ ഞാൻ നേരിട്ട് കൊള്ളാമെന്ന തീരുമാനത്തോടെ കൂടെ നിൽക്കുന്ന ദൈവ കുഞ്ഞുങ്ങളാണ് ശേഷിപ്പ് സഭയുടെ അംഗങ്ങൾ, അല്ലെങ്കിൽ സെവന്ത് ഡേ അഡ്വെന്റിസ്റ്റ് സഭയുടെ പ്രിയപ്പെട്ട ദൈവ കുഞ്ഞുങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഞാനും ഒരു ശേഷിപ്പ് സഭയുടെ അംഗമായി നിലകൊള്ളും. ദൈവകൽപ്പന യേശുവിനുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന ഒരു ദൈവ പൈതലായി തന്നെ ഞാൻ എന്റെ ജീവിത അന്ത്യം വരെ തുടരും. കർത്താവ് എനിക്ക് ഒരുക്കുന്ന നിത്യരാജ്യം ഞാൻ അവകാശമാക്കുമെന്ന് ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട ദൈവകുഞ്ഞുങ്ങളായ നിങ്ങൾക്കൊക്കെ സ്വർഗത്തിലെ ദൈവം കൃപ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഒരു പ്രിയപ്പെട്ട ദൈവവൈതലുണ്ട്, സ്റ്റെല്ല മേരി കുറ്റപ്പുഴ. ആ പ്രിയ മകൾക്ക് വേണ്ടി കൂടെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അത്യുന്നതനായ സ്വർഗീയ കർത്താവേ, ഇന്ന് സ്വർഗത്തിലെ ദൈവവടികൾക്കായി തന്ന തിരുവചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ആദ്യകാലങ്ങളിൽ ദൈവ കുഞ്ഞുങ്ങൾ അങ്ങേ അനുസരിച്ചപ്പോൾ അവർ അനേക പോരാട്ടങ്ങളിലൂടെയും പ്രശ്നങ്ങളിലൂടെയാണ് യാത്ര ചെയ്തതെന്ന് നിങ്ങൾ അറിയുന്ന പിതാവേ, ഇപ്പോൾ അടികൾ ജീവിക്കുന്ന കാലഘട്ടം അന്ത്യകാലത്തിന്റെ അവസാന നിമിഷങ്ങളിലാണ് നാഥ. അടികളൊക്കെ ഏതൊക്കെ അവസ്ഥകളിലൂടെ യാത്ര ചെയ്യണമെന്ന് അത്യുന്നതനായ പിതാവ് അറിയുന്ന കൃപകൾക്കായി നന്ദി സ്തോത്രം. എങ്കിലും അടികളെ ശക്തീകരിക്കുന്ന അന്ന് അങ്ങയുടെ കുഞ്ഞുങ്ങൾക്ക് ഓടിപ്പോയപ്പോൾ സംരക്ഷണം വരെ ഒരുക്കിയ ദൈവം ഈ കാലഘട്ടങ്ങളിലും അടിയങ്ങൾക്കും അങ്ങനെ ഒരു വഴി ഒരുക്കി വെച്ചിരിക്കുന്നുണ്ട്. സ്തോത്രം. ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണെന്ന് കൽപ്പിച്ച കർത്താവ് നിങ്ങളോട് കൂടെയുള്ള കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് വചനം കേട്ട കുഞ്ഞുങ്ങളൊക്കെയും ദൈവകൽപ്പന യേശുവിനുള്ള വിശ്വാസവും ഞങ്ങൾ കാത്തുകൊള്ളുമെന്നൊരു ശക്തമായ തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവം സഹായിക്കുമാറാകണം. ഇന്ന് പ്രഭാതത്തിൽ ബർത്ത്ഡേ ആഘോഷിക്കുന്ന സ്റ്റെല്ല മേരിയെ പ്രത്യേകം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രിയ പൈതലിന് ഈ വർഷം ഏറ്റവും അനുഗ്രഹത്തിന്റെ ഒരു വർഷമാക്കി തീർക്കണമേ. ദൈവത്തിന്റെ കൃപ കൂടെ ഉണ്ടായിരിക്കണം. ഈ കാലം വരെ അത്ഭുതകരങ്ങൾ പ്രിയ മകളെ നടത്തിയതോർത്തു സ്തോത്രം. വീണ്ടും ആ കരത്തിൽ പ്രിയ മകളെ പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. പ്രിയ മകൾക്ക് എല്ലാ നന്മയും അനുഗ്രഹവും ആശീർവാദവും പകരണം. അങ്ങയുടെ വയവിനടികൾ എല്ലാവരോടെ കാണപ്പെടുവാൻ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ യാചിക്കുമ്പോൾ കൃപയോടെ കേട്ട് ഉത്തരം വല്ലമാറാകണമേ. ആമേൻ, ആമേൻ. ഈ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുഭദിനം നേർന്നുകൊള്ളുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.